നിങ്ങളെ ഫോണിൽ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്ന എന്തെങ്കിലും സംഭവമുണ്ടോ? മാൽവെയറോ അതുപോലെ എന്തെങ്കിലും വൈറസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിച്ച് ഒഴിവാക്കണ്ട നമുക്ക്. കാരണം എന്താ അറിയോ, നമ്മളിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യും. പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ളത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒരുവിധം സേഫാണ്. മൊത്തത്തിൽ 100% സേഫാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരളവ് വരെ സേഫായിരിക്കും. അതിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന അധികം സംഗതികളൊന്നും ഉണ്ടാകില്ല. എന്നാൽ പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷൻസോ അത് തന്നെയല്ല, പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് പറ്റാത്ത, നമ്മളെ ഫോണിൽ പറ്റാത്ത, നമ്മളെ ട്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഡാറ്റേനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ തന്നെ നമുക്കത് കാണിച്ചു തരും. അതിനൊരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കേണ്ടത്, അത് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞാൽ എന്നാലൊന്നും കാണിച്ചു തരാം. അപ്പോൾ അതിന് പുറത്തുള്ളയോ വേറെ ഒരുപാട് സംഗതികൾ ഉണ്ടാകില്ല ഫോണിൽ. ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന, കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ. ആപ്ലിക്കേഷൻസ് മാത്രമല്ല, നമുക്ക് വരുന്ന ലിങ്കുകളിൽ വൈറസ് ഉണ്ടോ എന്ന് നോക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ വൈറസ് ഉണ്ടോ എന്ന് നോക്കാം, എല്ലാം നോക്കാം. ആദ്യം നമുക്ക് പ്ലേ സ്റ്റോർ തുറന്നിട്ട് അതിലെന്താ സെറ്റിങ്സ് മാറ്റേണ്ടി നോക്കാം. പ്ലേ സ്റ്റോർ തുറക്കുക. പ്ലേ സ്റ്റോർ തുറന്നാൽ മേലെ വലത് ഭാഗത്ത് പ്രൊഫൈൽ പിക്ചർ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്നുള്ള ഒരു ഭാഗം ഫസ്റ്റ് തന്നെ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നവരെ കണ്ടോ, 1 ഹാംഫുൾ ആപ്പ് ഫണ്ട്, ഇതിൽ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് ഇത് പറയുന്നത്. ഗോ ടു പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. തിരിഞ്ഞിക്ക സംഭവം. അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ ഗോ ടു പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഈ ഭാഗത്തേക്ക് പോവുക. ഇവിടെ കണ്ടോ, ഞാനിപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യാന്നേ. അത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇനി വേണമെങ്കിൽ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നക്കാരായിട്ടുള്ളതുണ്ടോ നോക്കാം. അപ്പോൾ ഈ സെറ്റിങ്സ് ഇതിങ്ങനെ കാണിക്കണമെങ്കിൽ ഒരു സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്ത് വെക്കണ്ടേ. സ്കാൻ ചെയ്ത് നോക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ആ സെറ്റിങ്സ് ഓൺ ചെയ്യുക എവിടെയാണ് പോകേണ്ടത്? പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഓപ്ഷൻസ് എടുത്താൽ ഈ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നേരത്തെ നമ്മൾ ഇവിടെയാണ് വന്നത്, അത് ഡയറക്റ്റ് അതിൽ കൂടെ വന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് കൂടിയാണ് വന്നത്. ഇവിടെ മേലെ ഒരു ഗിയർ ചിഹ്നമുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷൻ കാണാം. ഇത് രണ്ടും എനേബിൾ ആക്കി കൊടുത്താൽ മതി. ഇത് രണ്ടും ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒരുവിധം സേഫ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഗൂഗിൾ തന്നെ നമ്മളെ ഫോണിലെ ആപ്ലിക്കേഷനൊക്കെ നിശ്ചിത സമയം വെച്ച് സ്കാൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നക്കാരുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരും. ഇനി നമുക്ക് പ്ലേ സ്റ്റോറിന് പുറത്തുള്ള കാര്യം അതിന് നോക്കുക അല്ലേ. അതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. ഈ ആപ്ലിക്കേഷൻ ഒരു വെബ്സൈറ്റ് കൂടെ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്ത് കുറേ മുമ്പാട്ടോ. ഇപ്പോൾ അതേ സംഗതി അവർ ആപ്ലിക്കേഷനിൽ കൂടെ തരിക, നമുക്ക് എപ്പോൾ ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വൈറസ് ടോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡയറക്റ്റ് സെർച്ച് ഒന്നും ചെയ്യാണ്ട് പോകാനാണ് ലിങ്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന നേരെ നമ്മളെ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. താഴെ ഭാഗത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കുക. എങ്ങനെയെന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. അവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇത് സ്കാൻ കൊടുക്കുക. അപ്പോൾ സ്കാൻ ചെയ്യാൻ ചെറിയൊരു സമയം എടുക്കും. സ്കാനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഫോണിലെ യൂസർ ആപ്സ് വേറെ, സിസ്റ്റം ആപ്സ് വേറെ തന്നെ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ഇവിടെ പച്ച നിറത്തിൽ സൈഡിൽ, ഇടത് ഭാഗത്തെ സൈഡിൽ പച്ച നിറത്തിൽ അതിൻ്റെ റിസൾട്ടും കാണിക്കും. റിസൾട്ട് എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലെങ്കിൽ, ഒരു പ്രശ്നമില്ലെങ്കിൽ പച്ച നിറത്തിലുണ്ടാവും. എന്തെങ്കിലും പ്രശ്നമുള്ള ആപ്സ് ഇതിലുണ്ടെങ്കിൽ, നമ്മളെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആപ്സ് ഉണ്ടെങ്കിൽ ഇവിടെ അത് റെഡ് മാർക്കിൽ കാണിക്കും. ഇതിലിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ടുള്ള ആരും ഇല്ലാത്തത് കൊണ്ടാണ് പച്ച നിറത്ത് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ചുവപ്പ് നിറത്ത് കാണിക്കുന്ന നേരം അവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ലിങ്കിൽ അല്ലെങ്കിൽ സൈറ്റിലും ഒക്കെ ആണെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് വെബ്സൈറ്റിൽ നിന്നൊക്കെ ലിങ്കൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അതുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പിയോ. താങ്ക് യു സോ മച്ച്.